സുഹൃത്തുക്കളെ, ഇതാ ടെറസിലെ പച്ചക്കറിക്കുള്ള പന്തലാണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഉണ്ട് നിത്യവഴുതിന, പാവൽ ഉണ്ട്. ഇവിടെ തറയിലല്ല കവറിൽ വെച്ചിരിക്കുക. തക്കാളി ഉണ്ട് പഴുത്തിരിക്കുന്നു. പിന്നെ കോവലുണ്ട്. ഉണ്ട് കോവയ്ക്ക, ഇന്ന് പറിച്ച കോവയ്ക്കാണിത്. ഉണ്ടോ? കോവയ്ക്കുണ്ട്. വാളരിപ്പയറുണ്ട്. അതാണ്ട് ഇത് വാളരിപ്പയറാണ്. പിന്നെ സാദാ പയറുണ്ട്. സാദാ പയർ ഇന്നലെ കുറേ പറിച്ചായിരുന്നു. അതാണ്ട് ഇതൊക്കെ ഉണങ്ങി വന്ന് വിത്തിനെടുക്കാനിട്ടിരിക്കുക. ഇതൊക്കെ ഇന്നലെ പറിച്ചായിരുന്നു. രണ്ട് തക്കാളിക്ക് എല്ലാം നിൽക്കും. പച്ചത്തക്കാളി, തക്കാളി കൊലയോടെ നിൽക്കുന്നു. ഇതാ ഇനി പഴുത്ത് നിൽക്കുന്നുണ്ടോ? ഇതെല്ലാം നല്ല പഴുത്തത് നോക്കി ഇന്നലെ പറിച്ചായിരുന്നു. ബാക്കി നിൽക്കുന്നതാണ്. ഇതിൽ പാവൽ ഉണ്ട്. കുമ്പളമുണ്ട്. കണ്ട കുമ്പളങ്ങ കായ്ച്ച് കിടക്കുന്നുണ്ട്. നിത്യവഴുതിനുണ്ട്. നിത്യവഴുതിനയുടെ കായാണ് കണ്ട് ഈ കിടക്ക്. പിന്നെ ഞാൻ നിത്യവഴുതിനെ പറിച്ചതിൻ്റെ ബാക്കി കിടക്കുകയാണ്. കണ്ട് നിത്യവഴുതിന് ഇനി പയർ, വളരിപ്പയർ, ബീൻസുണ്ട്. ഇനി ചതുരപ്പയറുണ്ട്. അതാണിത്. ചതുരപ്പയർ കിളിച്ച് പടർന്നു വന്നതേ ഉള്ളൂ, കായ്ച്ചു തുടങ്ങിയില്ല. ഇതാണ് ചതുരപ്പയർ. പിന്നെ ഇത് വാളരിപ്പയറിൻ്റെ ചെടിയാണ്. ഇനി പാവലുണ്ടെന്ന് പറഞ്ഞല്ലോ, തുമ്പി കുത്താതെ ഇട്ടിരിക്കുകയാണ്. ശതമാനം ഇത്തിരി വലുതാണ്. എന്താണ് പാവയ്ക്ക തുമ്പി കുത്താതെ പേപ്പറിനകത്ത് ഇട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അല്പം വെളിയിൽ കണ്ടാൽ അപ്പോഴേ തുമ്പി കുത്തും. വലിയ പാടാണ്. അതുകൊണ്ട് നിത്യവഴുതിന് കിടക്കുന്നുണ്ട്. ഇനി തക്കാളി കാണ്ട ധാരാളം പഴുത്ത് കിടക്കുന്നുണ്ട്. ഇതൊന്നും വിൽപ്പനയ്ക്കല്ല, എല്ലാം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി തോരൻ വയ്ക്കാൻ. അതുകൊണ്ട് എപ്പോഴും തോരൻ വയ്ക്കാനുള്ള വക ഇതിലുണ്ട്. അതുകൊണ്ട് പഴുത്ത് നിൽക്കുന്നു. ഇതൊക്കെയാണ്. ഇനി ചീരയുണ്ട് തോരൻ വയ്ക്കണമെങ്കിൽ. ചീര ഒരു പ്രാവശ്യം കുറച്ച് നഖത്തെ വലുത് നോക്കി മുറിച്ചെടുത്തതാണ്. ബാക്കിയാണ് നിൽക്കുന്നത്. ആണ്ടൊരു കുമ്പളങ്ങ, മുമ്പ് കാണിച്ചതാണ്. ഇതാണ് പച്ചമുളക് ഒന്ന് കായ്ച്ചു കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. എന്നിട്ട് എല്ലാം പോയി കഴിഞ്ഞ് വീണ്ടും തളർത്ത് വരികയാണ്. പിന്നെ പുതിയ വിത്ത് പാകിയിട്ടുണ്ട് പച്ചമുളകിൻ്റെ. ഓക്കെ.